മഹാനായ ബിശ്ർ ഹാരിസുൽ മർവസി എന്ന് പറയുന്ന പണ്ഡിതനെ കുറിച്ച് ഇമാമുന ഹംബലി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ തൻ്റെ ശിഷ്യൻ ചോദിക്കുകയുണ്ടായി. മഹാനായ ഇമാമുന ഹംബലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അദ്ദേഹം ഒരു പണ്ഡിതനും പരിത്യാഗിയുമാണ്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകാലയളവിൽ അദ്ദേഹം ഒരു ദുർനടപ്പുകാരനായിരുന്നു. അതിൽ നിന്നൊക്കെ അദ്ദേഹം പശ്ചാത്താപിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വരാനുണ്ടായ മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരിക്കൽ അദ്ദേഹം വഴിയരികിൽ കൂടി നടന്നു പോകുന്ന സമയത്ത് വഴിയരികിൽ നിന്നും ജനങ്ങളുടെ കാൽപാദം പതിഞ്ഞ അള്ളാഹു എന്ന് എഴുതിയ ഒരു ഏട് കിട്ടുകയുണ്ടായി. ആ ഏട് എടുത്തതിന് ശേഷം അദ്ദേഹം ആകാശത്തേക്ക് തലയുയർത്തിയിട്ട് പറഞ്ഞു, യാ സയ്യിദി, നിന്റെ നാമം ഇവിടെ നിലത്തിട്ട് ചവിട്ടി മെതിച്ച അവസ്ഥയിലാണല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ദിർഹം എടുത്തിട്ട് അമ്പറും കസ്തൂരിയും കലർന്ന സുഗന്ധം മേടിച്ചിട്ട് ആ ഒരു ഏടിൽ പൂശുകയും എന്നിട്ട് അതിനെ അദ്ദേഹം ഒരു മതിലിൻ്റെ ദ്വാരത്തിൽ സുരക്ഷിതമായി വെക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ഒരു അശരീരി കേൾക്കുകയുണ്ടായി. ഓ ബിഷിർ, എൻ്റെ നാമത്തിന് നീ സുഗന്ധം പൂശിയത് കൊണ്ട് ആഖിറത്തിലും ദുനിയാവിലും നിന്റെ നാമം ഞാൻ സുഗന്ധപൂരിതമാക്കുമെന്ന്. പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ അടിമകളിൽ ആരാധന കൊണ്ടും പ്രപഞ്ചത്യാഗം കൊണ്ടും പ്രശസ്തനായി. അതുകൊണ്ട് തന്നെയാണ് മഹാന്മാർ പഠിപ്പിക്കുന്നത്, സുഹൃതങ്ങൾ എത്ര ചെറുതാണെങ്കിൽ പോലും അതിനെ വില കുറച്ച് കാണാതിരിക്കുക. നമ്മുടെ ഏതെങ്കിലും ഒരു ചെറിയ നന്മ കൊണ്ടായിരിക്കും അള്ളാഹു തആല നമ്മളെ ഏറ്റെടുക്കുന്നത്.